ശപിക്കപ്പെട്ട ഇബ്ലീസിനെ പരാജയപ്പെടുത്താനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? നിന്റെ വിശ്വാസത്തിന് നീ ഉറപ്പിക്കലാണ്. തഖ്വയുള്ള ജീവിതം കൊണ്ട് നിനക്ക് ഇബ്ലീസിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട് ജീവിക്കൂ. ഏത് പാപം ചെയ്യുമ്പോഴും നീ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കൂ. ഇതെല്ലാം കാണുന്നവരല്ലയുണ്ട്, ഇതെല്ലാം ചോദിക്കുന്നവരല്ലയുണ്ട്. നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടവനാണല്ലോ. അല്ലാഹുവിന്റെ നരകത്തിന്റെ അവകാശിയായി പോകുമല്ലോ. മോനെ, വൃത്തികേടുകൾ ചെയ്യുമ്പോ, ഫോണിലൂടെ മോശമായത് സംസാരിക്കുമ്പോ, മോശമായത് കാണുമ്പോ, മോശമായത് പറയുമ്പോ, മോശമായത് പിടിക്കുമ്പോ, മോശത്തിലേക്ക് നടക്കുമ്പോ നീ ചിന്തിക്കണമല്ലാ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചുപോയാൽ അല്ലാഹുവേ എന്റെ സർവ്വതും നഷ്ടപ്പെട്ടു പോകുമല്ലോ. ദുനിയാ വൽ ആഖിറ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാഹ്. ഒന്ന് ചിന്തിക്ക് ചെറുപ്പക്കാരാ, മോശമായ കാര്യങ്ങളിലേക്ക് പോകുന്ന വഴിയിലാണ് നിന്റെ മരണമെങ്കിലും നിനക്ക് രക്ഷപ്പെടാമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് അല്ലാഹനെ ഓർക്ക്, അല്ലാഹനെ കുറിച്ച് ചിന്തിക്കൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.